ഇന്ന് ദേ മോനെ കൊണ്ടാക്കി വന്ന അപ്പം ഞാനങ്ങ് കിടന്നതാട്ടോ. ഈ ഒരു കാപ്പി ദോശയും കഴിച്ചിട്ട് അങ്ങ് കിടന്നതാണേ. എണീറ്റ് വരുമ്പോൾ ഞാൻ കാണുന്നത് ഇതാണ് കേട്ടോ. അതേ ടൊമാറ്റോ റൈസും എന്താ പറയുക അങ്ങനെ ഇതൊക്കെ ഡെക്കറേറ്റ് ചെയ്തൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ കിച്ചണിൻ്റെ കോലം പറയാണ്ടിരിക്കാൻ പറ്റില്ല, ആ കോലമായിട്ടുണ്ട്. എന്നാലും കുഴപ്പമില്ല, ഇതൊക്കെ റെഡിയാക്കി കണ്ടപ്പോൾ എനിക്ക് എന്തോ ഭയങ്കര സന്തോഷം കേട്ടോ. കാരണം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ എണീറ്റിട്ട് ഉണ്ടാക്കിക്കോളാന്നൊക്കെ, പക്ഷേ ആളെന്താ എനിക്ക് വയ്യാന്ന് ഓർത്തൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ അത് ഏട്ടനൊക്കെ പോയി, പിന്നെ കുഞ്ഞു സ്കൂളൊക്കെ വിട്ട് വന്ന് ഞങ്ങളിതൊന്ന് ഉറങ്ങിയിട്ടോ. അപ്പോഴാണ് ഞാൻ ഉറങ്ങിയത്. രാവിലെ സത്യം പറഞ്ഞാൽ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ എണീറ്റിട്ട് ഞാൻ എന്ത് കൊടുക്കും അവനെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് എൻ്റെ കയ്യിൽ എപ്പോഴും സ്റ്റോക്കുള്ള സാധനമാണ് ഗോതമ്പും ശർക്കരയും. അപ്പോൾ ഞാൻ അതിങ്ങനെ നെയ്യിൽ വെച്ചിട്ട് വെറുതെ ഒരു അപ്പം ഉണ്ടാക്കിയിട്ട് അത് അവനങ്ങനെ കൊടുത്തു കേട്ടോ. പിന്നെ അത് അതിനുശേഷം ഞാനൊന്ന് മേലൊക്കെ കഴുകിയിട്ട് ഞാനത് പൂജ സ്റ്റാൻഡ് ഒന്ന് ക്ലീൻ ആക്കുകയാണ് കേട്ടോ. അപ്പോൾ അവൻ എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കുഞ്ഞ് വരുന്നുണ്ട് കേട്ടോ. പക്ഷെ അവനിങ്ങനെ കോറിഡോറിൽ പോയിട്ട് കളിക്കുന്നുണ്ട്. അപ്പോൾ മെയിൽ കഴുകിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഞാനിതെല്ലാം ഞാൻ തന്നെ ചെയ്യണത്. അവനെ അങ്ങനെ വല്ലാണ്ട് അടുത്തേക്ക് വരണ്ട, മെയിൽ കഴുകിയിട്ടില്ലല്ലോ എന്നൊക്കെ പറയാൻ കേട്ടോ. അപ്പോൾ അവൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 6:30 വരെയൊക്കെ അവനങ്ങനെ കോറിഡോറിൽ പോയിക്കൊണ്ടേ ഇരിക്കും കളിക്കാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞിട്ട് മെയിൽ കഴുകിക്കുകയാണ് അവന് നല്ലത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ മെയിൽ കഴുകുമ്പോൾ അവനെ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ ഞാനിതേ ഓരോന്ന് ശരിയാക്കി. പെട്ടെന്ന് ഇവിടെ ഇങ്ങനെ പൊടിയാണോ എന്താ പെട്ടെന്ന് ഇങ്ങനെ ഇത് പിടിക്കും. ഈ സ്റ്റാൻഡ് ഞാൻ കുറേ മുന്നേ വാങ്ങിയത്, 4 കൊല്ലം മുന്നേ മേടിച്ചതാണ് കേട്ടോ. അപ്പോൾ ഭയങ്കരമായിട്ടും അതിൻ്റെ പുകയൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാനിങ്ങനെ കുറേ കളയാൻ നോക്കിയാലും പോണില്ല. അങ്ങനെ ഞാൻ പിന്നെയും ഇടയ്ക്കിടയ്ക്ക് ഇതിങ്ങനെ ശരിയാക്കിക്കൊണ്ടിരിക്കും. അങ്ങനെ പിന്നെ ഞാൻ വിളക്കൊക്കെ കത്തിച്ചു കേട്ടോ. അതിനിടയിൽ അവൻ ഓടി വന്നിട്ട് അവനും ഭസ്മൊക്കെ തൊട്ടുകൊടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അവൻ നോൺ വെജ് കഴിക്കാത്തതുകൊണ്ട് ഞാനത് തൊട്ടുകൊടുത്തു കേട്ടോ. പിന്നെ അവൻ വേഗം നാമം ചൊല്ലി. അവനെന്നും നാമം ചൊല്ലിക്കാറുണ്ട്. അപ്പോൾ ഇന്നെന്താ അതാണ് കഴിഞ്ഞാൽ പിന്നെ അത് കഴിഞ്ഞല്ലോ എന്നുള്ള രീതിയിലാട്ടോ അവന് വീണ്ടും കൊറിഡോറിലേക്ക് അവൻ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ അത് അവൻ സ്കേറ്റിംഗ് ഷൂസൊക്കെ ഇട്ടിട്ട് അതിനെ നടക്കുക കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് വന്ന് അവനെ മെയിൽ കഴിച്ചിട്ട് പിന്നെ അവൻ ഹോംവർക്കൊക്കെ ചെയ്തു. അപ്പോൾ വീഡിയോസൊക്കെ കാണുന്നവർ പുതുതായിട്ട് ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് ചെയ്യണേ. ബൈ.